ഗൗരി, ഗൗരി, ഗൗരി. ശങ്കരേട്ടൻ വിളിച്ചോ? നീ കൊല്ലയെടുത്ത് അകത്ത് വെച്ചേക്ക. അല്ല, മൂപ്പര് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഇതിപ്പോ ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നല്ലോ. ഇതിന്റെ ഇടയിൽ കിടന്ന് ആ കുട്ടിയെ സങ്കടപ്പെടണേ. അതിന്റെ വിഷമം കാണാനാ പ്രയാസം. ഇപ്പതാ ബന്ധം വേർപെടുത്തണമെന്നുള്ള വാശിയിലാ മൂപ്പര്. മനുഷ്യന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, രണ്ടും കൂടി തുടങ്ങിക്കോളൂ ശൃംഗാരം. കൊലക്കടയിൽ കിടന്ന ശൃംഗാരം കൊണ്ടുപോയി കൊല അകത്ത് വെക്കടാ. എനിക്കിത് ഇവിടെ വെക്കാനേ സൗകര്യപ്പെടുവാണെങ്കിൽ താനെടുത്ത് അകത്ത് വെച്ചേ. ഞാൻ ഇവിടുത്തെ കൂലിപ്പണിക്കാരനല്ല, കാര്യസ്ഥനാ. അതുകൊണ്ട് ഞാൻ പറയണത് കാര്യമായിട്ട് നീ കേൾക്കണം, മനസ്സിലായോ? കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ മുതലാളിയൊന്നും അല്ലല്ലോ. കാര്യസ്ഥൻ കായക്കൊല എടുത്താലും പൊന്തിക്കോളും. നിങ്ങൾ തമ്മി എപ്പോ കണ്ടാലും കീരിയും പാമ്പും പോലെയാണല്ലോ. ഇത് ഞാൻ എടുത്തു വെച്ചോളാം. വേണ്ട, അവിടെ നിക്ക. ഈ കൊല ഇവനെടുത്ത് അകത്ത് വെച്ചാ എന്താ പറ്റും നോക്കാലോ. എന്തിനാ ഇത്ര വാശി? ഞാൻ എടുത്തു വെച്ചോളാന്ന് പറഞ്ഞില്ലേ? ഈ കുമാരേട്ടൻ എപ്പോഴും ഇങ്ങനെ. ആഹാ, നീ അല്ലെങ്കിൽ പണ്ടേ ഇവന്റെ സൈഡാ. പക്ഷെ നീ ഒന്നും ഓർക്കണം, നിന്റെ ഭർത്താവ് ഞാനാ. ഓ, ഭർത്താവ്. എന്താ നിനക്ക് പിടിച്ചില്ലേ? ഇല്ല, പിടിച്ചില്ല. ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ കെട്ടാൻ മാത്രം നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ ഉണ്ടാക്കാൻ? ഇന്ന് തന്നെ ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ട് മനസ്സമാധാനമായിട്ട് മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞാ ശൃംഗരിക്കാൻ കയറകത്ത് പോടി. ഗൗരി, എനിക്കുള്ള കഞ്ഞി വിളമ്പി വെച്ചാ. ശങ്കരേട്ടൻ കൈ കഴുകി വന്നോളൂ, ഞാൻ ഇപ്പൊ വിളമ്പാം. വണ്ടണ്ട പാൽക്കാര അയ്യോ, എല്ലാവരും ഓടി വരുന്നേ. ഈ കുമാരേട്ടൻ തല്ലി കൊല്ലാൻ പോണേ. അരിയിൽ നിന്ന് ആശയത്തിനും കടിച്ചിട്ട് തൊള്ളോക്കാരാ. നിന്റെ തൊളരും ഉച്ചക്കാലം പാലോക്കാൻ വന്നത്. എന്റെ പൊന്നു കുമാരേട്ടാ, കാലത്തൊരു കല്യാണം കൂടാൻ പോയതാ. അത് ഒരിത്തിരി വൈകി പോയത്. അതിലിട്ട് വലിയ കൊട്ടുഘോഷിക്കാനുണ്ടോ? അതെ, പശുവിന്റെ അകറ്റി കിടക്കുന്ന പാൽ അവിടെ തന്നെ ഉണ്ടാവും. ചേട്ടൻ ചേച്ചിയോട് ചെന്നിട്ട് കറവപ്പാത്രം എടുത്തോണ്ട് വരാൻ പറ. എങ്ങനെ ചേച്ചിയോട് കറവപ്പാത്രം എടുത്തോണ്ട് വരാൻ. ഞാൻ പാത്രം എടുത്തോണ്ട് നിനക്ക് ഇറക്കാൻ പറ്റില്ലേ? പറ്റില്ല. വാടാ. ആനയ്ക്ക് മതമുള്ള ചങ്ങലക്കിടാം. ചങ്ങലയ്ക്ക് മതമുള്ളയാലോ? നിന്റെ അച്ഛനിടാം. മിണ്ടാണ്ട് വാടാ. അച്ഛൻ ഫുൾ ടൈം ചങ്ങലല്ല. ആണ്ട് വന്നാ പിന്നെ എന്താ ചെയ്യാ? എന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് മുമ്പ് കല്യാണ മണ്ഡപം ഞാൻ കിട്ടിയിരുന്നു. നമസ്കാരം. ശേഖരമേനോൻ വന്നിട്ട് പെട്ടെന്നെന്താ പോയത്? എനിക്കറിയില്ല. അല്ല, ഇവിടെ ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു, അച്ഛന്റെ സ്മാരകമായിട്ടെ. ഞങ്ങള് കമ്മിറ്റിക്കാരൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും മൂപ്പരെ കാണിക്കാന്ന് വെച്ചാ. ഇനി എന്നാ വരികയാവോ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഈ ശേഖരമേനോനെ ഡൽഹിയിൽ വേറെ ഭാര്യ ഉണ്ടെന്നാ കേൾവി. ഭാസ്കര, അങ്ങനെ പലതും ഉണ്ടാവും. ഇപ്പൊ ഈ സാഹചര്യത്തില് നീ ഇതൊന്നും പറഞ്ഞു നടക്കണ്ട. അമ്പലത്തിൽ വെറുതെ കിട്ടണ ഒരു കല്യാണ മണ്ഡപം ഇല്ലാണ്ടാക്കണോ? അല്ല, ഞാൻ കേട്ടത് പറഞ്ഞതേ ഉള്ളൂ. ഞാനും കേട്ടിരിക്കണു. എനിക്കതൊരു തെറ്റും തോന്നണില്ല. ഈ ശേഖരമേനോന്ന് വെച്ചാൽ ആരാന്നാ നിന്റെ വിചാരം? തെക്കേപ്പാട്ട് വിലാസിനിയമ്മയുടെ ഭർത്താവിനെയല്ലേ നീ അറിയൂ? കോടീശ്വരനാ മേനോൻ. ഡൽഹിയിൽ അയക്കൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ട്. എന്തുണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ കൂടുതലായിട്ടൊന്നും ചിക്കി ചെയ്യാൻ നിൽക്കണ്ട. മേനന്റെ മനസ്സ് മാറണതിന് മുമ്പ് കല്യാണ മണ്ഡപം എങ്ങനെങ്കിലും ഒന്ന് സാധിച്ചെടുക്കുക. ദേവി, ജോലി എടുത്ത് നടുവൊടിഞ്ഞു. ഇങ്ങനെയുണ്ട് ഒടുക്കത്തൊരു ജോലി. എത്ര നേരവും ഞാൻ കാത്തിരിക്കണേ. ലോകം മുഴുവൻ ഉറങ്ങി, നിന്റെ പണി മാത്രം തീരില്ല. ഇങ്ങനെയുണ്ടോ ഒരു ഒടുക്കത്തെ പണി? എന്തിനാ ഇപ്പൊ കാത്തിരുന്നേ? കിടന്നുറങ്ങായിരുന്നില്ലേ? കിടക്കാൻ വരുമ്പോൾ ഒരു സ്നേഹം, അല്ലാത്ത പിന്നെ കടിച്ചു കീറാൻ വരുമല്ലോ. അത് പിന്നെ നിന്നോട് എനിക്ക് സ്നേഹമില്ലാണ്ടല്ല, മറ്റുള്ളവരും നിന്നെ നോക്കി വെള്ളം ഉറക്കുന്നത് കാണുമ്പോ എനിക്കൊരു കലി വരും. പ്രത്യേകിച്ച് ശങ്കരൻ. എനിക്ക് ഇത്തിരി തൊലിവെളുപ്പവും ചന്തവും കൂടി പോയത് എന്റെ കുറ്റ. പാവം ശങ്കരേട്ടൻ എന്നെ കേട്ടൻ എത്ര മോശം നടന്നതാ. എന്നിട്ട് അങ്ങേരെ വിട്ട് നിങ്ങളെ കെട്ടി എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറണം. ശങ്കരൻ ആരടി? വെറും കൂലിപ്പണിക്കാരൻ. ഞാനേ തെക്കേപ്പാട്ടെ കാര്യസ്ഥനാ. കാര്യസ്ഥൻ. അതിന്റെ പവർന്ന് വേറെയാ. കാര്യസ്ഥന്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോ നിനക്കൊരു അഭിമാനമല്ലേ? എന്റെ ചക്കരല്ലേ? അതിനെ കൊന്നോടാ. അയ്യോ, എവിടെ ഒപ്പിച്ച് സാറ് തന്നതാ. നേരത്തെ പറയണ ഞാൻ തെറ്റിദ്ധരിച്ചു. ഗൗരി, ഞാൻ വരാൻ ലേറ്റ് ആവും. നീ വാടരുത് കിടന്നോ. ഗൗരി, ഞങ്ങള് ഞാൻ പലയിടത്തും പോകും. നീ പറഞ്ഞു കേട്ടോ. പിന്നെ ആരും ഒന്ന് വിളിച്ചാലും വാല തുറക്കണ്ട.
വെള്ളം ഒഴിക്കണ്ട, എത്ര ദിവസം തൊണ്ടാൻസെട്ട്. നിങ്ങൾ ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ, വെള്ളം ഒഴിച്ചടിക്ക്. ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു തരാം. വെള്ളം ഒഴിച്ചടിച്ചാൽ എനിക്ക് ഒന്നും ആവില്ല. ചടപെടന്ന് രണ്ടുകൊണ്ട് അടിക്കണം. ഇതും കൂടെ അങ്ങ് പിടിപ്പിച്ചോ, ഖുഷിയാകട്ടെ. അപ്പൊ നിനക്കോ? എനിക്കുള്ളത് ഇതിലുണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ അടിച്ചോളാം. നന്ദിയില്ലാത്തവനാ നീ. ആ ഗൗരിയുടെ മുമ്പിൽ വെച്ച് എന്നെ നീ എന്തൊക്കെ അനാവശ്യമാ പറഞ്ഞേ. വോട്ടർ കളിയാ, ക്ഷമിക്ക്. നീ ഒരെണ്ണെടുത്ത വീശിയെ, നിന്റെ മനസ്സിലെ വിഷമം മാറട്ടെ. എനിക്കിത്തിരി മദ്യം കിട്ടിയപ്പോ ഞാൻ ആദ്യം ഓർത്ത നിന്നെയാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുപോലെ തന്നെ ഞാനും. നീ കഴിഞ്ഞിട്ട് എനിക്കെന്റെ ഗൗരി പോലെ ഉള്ളൂ. ആ പറഞ്ഞ പച്ച കള്ളം. സത്യം. ഞാൻ എന്തിനാണ് നിന്നോട് നുണ പറയണത്? എന്നാ ഇതും കൂടി പിടിപ്പീരേ. നിന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിതും കൂടി പിടിപ്പിക്കാം. നിന്റെ സൂത്രമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ അടുപ്പിച്ച് കെടുത്തിയിട്ട് നിനക്ക് എവിടെ പോവാനാണെന്ന്. ഞാൻ എങ്ങനെ ചെയ്യൂടാ കുമാര? ഇതാ പറഞ്ഞ് നന്ദി എന്ന് പറയണ നിനക്കില്ലെന്ന്. അത് ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ ഒരു പാവോ? എന്റെ ഗൗരി എപ്പോഴും പറയും ശങ്കരേട്ടനൊരു പാവോണെന്ന്. ഗൗരി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. നീ വന്നേ, ഞാൻ അവളെ മുമ്പിലേക്ക് പറയിപ്പിച്ചു തരാം. ഞാൻ വരണോ? വരണം. നീ എന്താടാ ഫിറ്റാണോ? ഞാനാ ഫിറ്റാ. ഞാൻ എത്ര അടിച്ചാലില്ലേ കരിമ്പനില്ലേ, കരിമ്പന അതുപോലെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. എന്താ തലയ്ക്കൊരാട്ടം? മലക്ക തലയ്ക്കൊരാട്ടം. അത് കരിമ്പനോലില്ലേ, ആഹാ. കാട്ടത്തിങ്ങനെ ആടുമില്ലേ, അതുപോലെ ആടുന്നതാ. നമുക്ക് ഗൗരിയോടൊന്ന് ചോദിക്കണ്ടേ? ഞാനത് മറന്നു. അതല്ലേ ഞാൻ ഓർമ്മിപ്പിച്ചത്. ഓർമ്മിപ്പിക്കാൻ നീ പക്ഷേ എടുക്കരുത്. വളം കയറിയെടുത്ത് പോവാം. തുറക്കണമായത് തുറന്നോ നീ? എന്നിട്ട് ധൈര്യമായിട്ട് കേറിക്കോ. അത് വേണ്ട, നീ തുറന്നാ മതി. നീ വല്ല ബഹുമാനം കാണിക്കണ്ട. കാര്യസ്ഥന് കൂലിക്കാരനൊക്കെ പുറത്താ. ഇവിടെ നമ്മൾ ഒന്നാ. നമുക്ക് ഒരുമിച്ച് തുറക്കാം. വാ. ഇത് ശങ്കരൻ, കുമാരൻ. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് പോലെ അല്ല ഈ ശങ്കരൻ. നിങ്ങൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടല്ലേ? ശങ്കരൻ തന്നു, ഞാൻ കുടിച്ചു. എന്നാലും എന്റെ ശങ്കരേട്ടാ, ശങ്കരേട്ടന്റെ അടുത്തുനിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓഹോ, നീ ശങ്കരന്റെ കൂടെ എന്നെ പ്രതീക്ഷിച്ചില്ല. ശങ്കരനെ ഒറ്റക്കാരൻ പ്രതീക്ഷിച്ചു എന്നതല്ലേടി നീ പറഞ്ഞതിന്റെ അർത്ഥം? പാതിരാത്രി കിടന്ന് മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു. എത്ര വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോ ചൂരും കൊണ്ട് ഇങ്ങനെ നിൽക്കരുതെന്ന്. പുലരി മുമ്പ് നിനക്ക് ഈ മുറ്റമൊക്കെ വൃത്തിയാക്കിയാൽ എന്താ? എഴുന്നേക്കാൻ ഇത്തിരി വൈകിപ്പോയി. ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ചോളും ആ ശ്രീകരം. രണ്ടുപേരും ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങണ ആരെയും കണ്ടാലേ കുറച്ചിൽ എനിക്കാ. നീ എന്താ ഗൗരിയെ കാലത്ത് തന്നെ രണ്ടുപേരെയും കുളിപ്പിക്കാ? ഓ, ഇതന്വേഷിക്കാനാണ് തള്ളി ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇതന്വേഷിക്കാൻ ഞാൻ എന്തിനാ വരണേ? അല്ല, ഇതിപ്പോ 10 വീട്ടിൽ പോയി പറഞ്ഞാ കേൾക്കുന്നവർക്ക് ചിരിക്കാലോ. നീ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി തരൂല്ലോ എന്ന് വെച്ചിട്ട് വന്നതാ. ഇഷ്ടല്ലെങ്കിൽ ഞാൻ പോവാ. ഓ കൃഷ്ണ, അമ്മൂമ്മ പോവാണോ? മോളിന്ന് സ്കൂളിൽ പോണില്ലേ? എന്തിനാ? ഇന്നല്ലേ പരീക്ഷാ ഫലം വരുന്നേ. ഞാൻ പോണില്ല, ജയിക്കെങ്കിലല്ലേ പോണ്ടു. ഇനി ഞാൻ കാപ്പി തന്നില്ലാന്ന് നാട് മുഴുവൻ പരാതി പറഞ്ഞ് നടക്കണ്ട. ദാ കാപ്പി. കറുത്ത മുഖമായിട്ട് നീ തരണ കാപ്പി എനിക്ക് വേണ്ട ഗൗരിയെ. വേണ്ടെങ്കി വേണ്ട. ഇതിനു വേണ്ടി എന്റെ മുഖം ഒന്നും ഇപ്പൊ മാറ്റാൻ പറ്റില്ല. ദാ ഇരിക്കണ കാപ്പി. കുടിക്കോ കുടിക്കാതിരിക്കോ എന്താച്ചാ ചെയ്തോ. ഈ ഗൗരി പെണ്ണിന് എന്താ പറ്റിയത്? ഈ കാപ്പി ഞാൻ കുടിക്കാതെ പോയാല് അവക്ക് എന്നോട് പിണക്കാവൂല്ലോ. അമ്മൂമ്മയ്ക്ക് അത് കുടിച്ചൂടെ? അപ്പൊ ഗൗരിച്ചിക്ക് പിണക്കുണ്ടാവില്ലല്ലോ. എന്നെ കുടിക്കല്ലേ മോളെ.